കലാവതി, കൊള്ളാലോ. നിന്റെ ഭാവത്തിലും സംസാരത്തിലും ഒക്കെ പുതിയൊരു മാറ്റം. എന്താണ്? എന്തു പറ്റി? എന്നാലും ചന്ദ്ര, ഒന്ന് പറയുക പോലും ചെയ്യാതെ ഇത്ര ധൃതി പിടിച്ച് അമൃതയുടെ കല്യാണം ഉറപ്പിക്കുമെന്ന് ഞങ്ങള് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ധൃതി പിടിച്ചോ? എന്നാര് പറഞ്ഞു? ഇതിനു മുമ്പ് അവളുടെ കല്യാണം നിശ്ചയിച്ചപ്പോ പോലീസിനെ വെച്ച് നീ കളിച്ച കളിയൊക്കെ മറന്നുപോയോ കലാവതി? എന്നാലും വിവരം അറിഞ്ഞപ്പോ മുതല് എന്റെ മഹേന്ദ്രൻ ജലപാനം പോലും കഴിച്ചിട്ടില്ല. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവനവളെ. അവന്റെ ആ സ്നേഹം കണ്ടതുകൊണ്ട് മാത്രമാ ഞാൻ അന്ന് ആ കല്യാണം മുടക്കാൻ നോക്കിയത്. സ്നേഹമുള്ളവർ ഒരുമിച്ച് ജീവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ ചന്ദ്ര? കലാവതി, ഈ സ്നേഹമുള്ളവർ ഒരുമിച്ച് ജീവിക്കുന്നതാണ് ശരി. അത് മനസ്സിലാക്കാതെ നിന്റെ ഒപ്പം കുറെ കാലം ഞാൻ ജീവിച്ചില്ലേ. എന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റാണത്. നമ്മുടെ കഥയൊക്കെ അവിടെ നിൽക്കട്ടെ. അമൃതയുടെ കല്യാണം ഇത്ര ധൃതി പിടിച്ച് നടത്തുന്ന എന്തിനാണെന്ന് പലരും ചോദിച്ചു എന്നോട്. ഞാൻ എന്തു പറയാനാ? എനിക്കറിയില്ലല്ലോ. കലാവതി, ഇനി അങ്ങനെ ആരെങ്കിലും ചോദിച്ചാ ധൈര്യമായിട്ട് നീ പറഞ്ഞോ, ചന്ദ്രസേനന്റെ മകളുടെ കല്യാണം ചന്ദ്രസേനന് ഇഷ്ടമുള്ളപ്പോ നടത്തുവെന്ന്. പക്ഷേ പലരും പറയുന്നത് അങ്ങനെയൊന്നുമല്ല. കല്യാണം മുടങ്ങിയെങ്കിലും അമൃതയും അഭിമന്യുവും തമ്മില് മിക്കവാറും ഒരുമിച്ചാണ്. ബൈക്കിലായാലും കാറിലായാലും മുഴുവൻ നേരവും അഭിമന്യുവിന്റെ കൂടെ അവളും ഉണ്ട് എന്നൊക്കെയാ. കലാവതി, അതിനാർക്ക് എത്ര വലിയ പരാതി? പരാതിയൊന്നുമല്ല, നാട്ടുവർത്താനോ. എല്ലാവരും കാണുക ഒരുമിച്ച് നടക്കുന്നവര് ആരും കാണാത്തപ്പോഴും ഒരുമിച്ചായിരിക്കണമല്ലോ. അങ്ങനെ കല്യാണത്തിന് മുമ്പേ പെണ്ണ് ഗർഭിണിയായി അതറിഞ്ഞ പാടെ ധൃതി പിടിച്ച് കല്യാണം നടത്തുകയാണെന്നൊക്കെ അല്ല, അങ്ങനെ പറഞ്ഞവരുണ്ട്. അയ്യോ കലേ, നീ പറഞ്ഞ് എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ അവള് ഗർഭിണിയാണെങ്കിൽ തന്നെ ഹലോ, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. അവള് പ്രസവിക്കുന്നൊരു കുഞ്ഞിനെ കാത്തിരിക്കുന്ന ഒരു മുത്തച്ഛനാ ഞാൻ. ഈ ഗർഭവും പ്രസവവും ഒക്കെ ഉണ്ടല്ലോ, ഇത് പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. മേലിൽ എൻ്റെയോ എൻ്റെ കുട്ടികളുടെയോ കാര്യത്തിൽ ഇടപെടാൻ വന്നാൽ നിന്നെ കൊന്നു കളഞ്ഞിട്ട് ജയിലിൽ പോകാൻ പോലും മടിക്കില്ല. ആ ചെക്കനുണ്ടല്ലോ മഹേന്ദ്രൻ, അവനോടും പറഞ്ഞേക്ക്. മോളെന്തോ വലിയ ആലോചനയിലാണെന്ന് തോന്നുന്നു. ഇവിടെ വന്നിരുന്നപ്പോ ഓരോന്നോർത്തുപോയി. എന്തുപറ്റി? എന്റെ കല്യാണം നടന്നു കാണാൻ എല്ലാരും എത്ര കാലമായി ആഗ്രഹിക്കുന്നതാ. ഒടുവിൽ കല്യാണം നിശ്ചയിച്ചപ്പോ മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ പോലും പറ്റാതെ ശ്വാസം അടക്കി പിടിച്ച് ജീവിക്കേണ്ടി വരുന്നു. ഈ വീർപ്പുമുട്ടൽ സഹിക്കാൻ പറ്റുന്നില്ല കൃഷ്ണേട്ടാ. ഇനി അതേപറ്റിയൊക്കെ ഓർത്ത് വിഷമിച്ചിട്ടെന്താ മോളെ കാര്യം? വിധി എങ്ങനെയായാ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? മോളെ, ഞാനൊരാഗ്രഹം പറഞ്ഞ മോളെന്നെ ഒന്ന് സഹായിക്കുമോ? എനിക്ക് ഭാരതിയെ ഒന്ന് കാണണം, സംസാരിക്കണം. അഭിമന്യു അറിഞ്ഞാൽ സമ്മതിക്കില്ല. അവൻ എന്നെ വഴക്ക് പറയും. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ വരെ പോയിരുന്നു. എന്നിട്ട് പുറത്തു നിന്നതേ ഉള്ളൂ. ഭാരതിയെ കണ്ടു, പക്ഷെ അവൾ എന്നെ കണ്ടില്ല. കൃഷ്ണേട്ടന് അകത്തൊന്ന് കയറിക്കൂടായിരുന്നോ? അയ്യോ, പേടിച്ചിട്ടാ മോളെ. അഭിമന്യു അവിടെ ഉണ്ടെങ്കിൽ എന്നെ ഇറക്കി വിടുമെന്ന് ഉറപ്പാ. വഴക്കും സംസാരവും ഒക്കെയായ ഭാരതിക്കത് താങ്ങാൻ പറ്റില്ല. ഈ അവസ്ഥയിലിരിക്കുമ്പോ അവളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അഭിമന്യു അവിടെ ഇല്ലെങ്കിലും തിരിച്ചു വരുമ്പോ അവൻ കാര്യം അറിയും. അപ്പോഴും പ്രശ്നമല്ലേ? അഭിക്കിപ്പോ കൃഷ്ണേട്ടനോട് പഴയ ദേഷ്യമൊന്നുമില്ല. പിന്നെ ഇവിടെ വെച്ച് കൃഷ്ണേട്ടനോട് സംസാരിക്കാത്തത് കാര്യാക്കണ്ട. പഴയ വാശിയാണെന്ന് കൂട്ടിയാ മതി.